ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹമാണ് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് കുറച്ച് സമയം അള്ളാഹിൻ്റെ പേരിൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ നമുക്ക് മാറ്റി വെക്കാൻ കഴിയുന്നത് അല്ലേ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹു നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അള്ളാഹു നമ്മളെ ഈ ഒരു വിഷയത്തിൽ അള്ളാഹ് സെലക്ട് ചെയ്ത് അല്ലേ. അൽഹംദുലില്ലാ. നമ്മൾ ഇന്നലെ സൂറത്ത് ആൽ ഇമ്രാൻ പറയുമ്പോൾ പറഞ്ഞല്ലോ അല്ലേ, അള്ളാഹു യുഅ്തീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കൊടുക്കുന്നു അല്ലേ. ഇന്നൽ ഫദ്ല ബിയദില്ലാ, അവൻ്റെ കയ്യിലാണ്, അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഫദ്ലുള്ളത്. അത് അവൻ ഇഷ്ടമുള്ളവർക്ക്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കൊടുക്കുന്നു അല്ലേ. യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ, അവൻ്റെ കാരുണ്യം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് ഏറ്റവും അല്ലെ, അള്ളാഹുവിൻ്റെ ഫദ്ൽ എന്ന് പറയുന്നത് അള്ളാഹു ഹിദായത്ത് തന്ന് അനുഗ്രഹിക്കുക എന്നുള്ളത് തന്നെയാണ്. അൽഹംദുലില്ലാ. അപ്പം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അൽഹംദുലില്ലാ, അള്ളാഹ് നമ്മളെ തിരഞ്ഞെടുത്തല്ലോ അല്ലെ, ഈ ഒരു മാർഗത്തിലേക്ക് നമ്മളെ തിരഞ്ഞെടുത്തു. പിന്നെ നമ്മൾ എന്താക്കണം, അതിന് ഉള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോ ആ വഴി നമ്മൾ എത്രത്തോളം നമ്മൾ അതിലേക്ക് പോകുന്നോ അതിനനുസരിച്ച് അള്ളാഹ് നമുക്കത് വിശാലമാക്കി തരും. നമ്മളെ ചിന്തകളും നമ്മളെ പ്രവർത്തനങ്ങളും എപ്രകാരമാണോ അതിനനുസരിച്ച് നമ്മളെ മുന്നിലുള്ള വഴിയും നമുക്ക് അള്ളാഹ് തുറന്നു തരാം. നമ്മൾ കുടുസായ ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നമ്മളെ മുന്നിലുള്ള മാർഗങ്ങളും ഒക്കെ എന്തായിരിക്കും, ഭയങ്കര കുടുസായിരിക്കും. നമ്മൾ വിശാലമായി ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹ് വിശാലമാക്കി തരും. അതുകൊണ്ട് ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൃദയ വിശാലത ഒരു വിശ്വാസിക്ക് അനിവാര്യമായിട്ട് ഉണ്ടാകേണ്ട ഒരു ഘടകമാണ്. അത് നമ്മളെല്ലാവരും ഉണ്ടാക്കിയെടുക്കണം. അതെവിടെയെങ്കിലും പോയി വാങ്ങാനൊന്നും കിട്ടൂല. പിന്നെ അത് നമ്മൾ ദുആ ചെയ്യുക. പിന്നെ നമ്മളെ മനസ്സിനെ തന്നെ നമ്മൾ മാറ്റിയെടുക്കുക ദുഷിച്ച ചിന്തകളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന്. ആരെക്കുറിച്ചും നമ്മൾ മോശമായി ഒന്നും വിചാരിക്കാതിരിക്കുക. ഏറ്റവും നമ്മൾ ആദ്യം നമ്മൾ അതാണ് ചെയ്യേണ്ടത്. ഒരാളെക്കുറിച്ച് നമുക്കൊരു തെറ്റായ ഒരു ചിന്ത കടന്നു വരാതെ നമ്മളെ മനസ്സ് ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇന്നലെ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് കണ്ടിട്ടില്ലേ, റസിയ ബാനു, കുറേ കാര്യങ്ങളുണ്ട് അതിലല്ലേ, ആ കുടുംബ ബന്ധത്തിന്. ഞാൻ വിചാരിച്ചു ഒരിക്കൽ അത് ക്ലാസ് എടുത്താലോ അത് ചിന്തിച്ചിനെ. നിങ്ങളൊക്കെ വായിച്ചിനത്? ചില ആൾക്കാർ കണ്ടിട്ടും കൂടി ഉണ്ടാവൂല അല്ലേ. നിഷ്കാത്തിലല്ലേ ഇട്ടത്, ഒരു ബ്ലാക്ക് കളറിൽ. ഇന്ന് രാവിലെ അല്ലേ ഇട്ടത്? അതന്നെ, അഖ്ലാഖ് എന്നാണ് അതിന്റെ ടൈറ്റിൽ. അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയോ? സ്വഭാവം അല്ലെ, സ്വഭാവമാണത് അല്ലെ. ദാമ്പത്യ ജീവിതത്തില് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ശരിക്കും അതൊക്കെ മാഷാ അല്ലാ വായിക്കണം. വായിച്ചിട്ട് നമ്മൾ ഒരാവർത്തി അങ്ങ് വായിച്ച് പോയാ പോരാ അല്ലേ. അവിടെ അത് ഓരോന്നും നമ്പറിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കണം. ശരിക്കും നമ്മൾ ഹൃദയം കൊണ്ട് നമ്മളത് ഇടയ്ക്കിടയ്ക്കൊന്ന് എടുത്ത് വായിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഏതെങ്കിലും രൂപത്തിൽ എന്തായാലും ദാമ്പത്യ ജീവിതം നയിക്കുന്നവരായിരിക്കുമല്ലോ ഭൂരിപക്ഷം ആൾക്കാരും. അപ്പോൾ അവിടെയൊക്കെ വരുന്നത് ക്ഷമ തന്നെയാണ്. മെയിനായിട്ട് വരുന്നത് ക്ഷമ തന്നെയാണ് എല്ലാത്തിലും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിട്ടുവീഴ്ച മനോഭാവവും ക്ഷമയും ഒക്കെ അവിടെ കൊണ്ടുവരുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുക ഒരു പരിധിവരെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. നല്ല നല്ല പോസ്റ്റുകൾ കാണുമ്പോൾ അതൊന്ന് സ്റ്റാർ ഇട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മളേതായ ഒരു പേഴ്സണൽ ഇതുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റി വെച്ചിട്ട് ഇടക്ക് ഓർമ്മിച്ച് അതൊന്ന് എടുത്ത് വായിക്കുക. ഒരു പഠനം പോലെ തന്നെ, ഒരു ചിന്തക്ക് ഒരു സമയം കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് വായിക്കുക. തീർച്ചയായും
നമുക്ക് നമ്മളെ ജീവിതത്തിൽ തന്നെ, നമ്മളെ കുടുംബ ജീവിതത്തിൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. തീർച്ചയായും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെ എല്ലാത്തിലും ഉപരിയായിട്ട് നമ്മളെ മുമ്പിൽ സ്വർഗം എന്നുള്ള ആ ഒരു കാര്യം മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഇവിടെ നമ്മൾ എന്തെല്ലാം നമ്മൾ നേരിടേണ്ടി വന്നാലും റഹ്മാനായ റബ്ബ് നമുക്ക് നാളെ അല്ലെ അവിടെ അതിവിശാലമായ അല്ലെ ആകാശഭൂമിയോളം വിശാലമായ ആ ഒരു സ്വർഗം അവിടെ ഉണ്ടല്ലോ റഹ്മാനായ റബ്ബേ. എനിക്ക് അത് മതി അല്ലാ. അപ്പം ഞമ്മക്ക് ഇവിടെ എന്തുണ്ടായാലും അല്ലേ, നോ പ്രോബ്ലം, ആ രീതിയിലേക്ക് നമുക്ക് ആക്കി തീർക്കണം. അപ്പം എന്തും അല്ലെ ആ രീതിയിൽ നമ്മൾ പരലോക ചിന്തയോട് കൂടി മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പം നമ്മളെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. സാന്ദർഭികമായി ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. നമ്മൾ ഹദീസ് ക്ലാസ് ആണല്ലോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ ഹദീസ് ജിബ്രീൽ അല്ലെ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞു പോയ ആ ഒരു ഹദീസാണ് നമ്മളിപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ കാര്യം പറഞ്ഞല്ലേ, ഷഹാദത്ത് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് എന്താണ്? നമസ്കാരം അല്ലേ. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓർക്കുന്നുണ്ടോ? പറഞ്ഞിട്ടില്ല തോന്നുന്നു. ഇല്ല അല്ലേ? അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. അപ്പം നമുക്ക് പിന്നെ അതിലേക്ക് പോകാം. ഇസ്ലാം കാര്യങ്ങളാണ് ഫസ്റ്റ് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നത്. ഇസ്ലാം കാര്യങ്ങൾ അല്ലേ, എന്താണ് ഇസ്ലാം എന്ന് ചോദിക്കുന്നത്. അപ്പം അത് പറഞ്ഞു കൊടുക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഷഹാദത്ത് നമ്മൾ പറഞ്ഞു. അപ്പം ഒരു വിശ്വാസി ഇസ്ലാം കാര്യങ്ങളിൽ അല്ലേ, അതായത് പിന്നെ സത്യവിശ്വാസികളുടെ മേലിലെ ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് നമസ്കാരം. അപ്പം ഒരാൾ ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മേലെ ഗൗരവപൂർവ്വം ചുമത്തപ്പെട്ടിട്ടുള്ള ഒരു ഇബാദത്ത് അല്ലേ, ഒരു നിർബന്ധമായ കർമ്മം എന്ന് പറയുന്നത് എന്താണ്? 5 നേരത്തെ നിസ്കാരം. നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിനി, പിന്നെ നമ്മൾ ബാക്കി പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ് അല്ലേ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ പിന്നെ പ്രബോധനത്തിന് അയക്കുന്ന സമയത്ത് അവരോട് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടല്ലോ, താങ്കൾ ആമിനാത്താൻ മ്യൂട്ട് പിന്നെ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, മുആദ് വേദക്കാരുടെ നാട്ടിലേക്കാണ് താങ്കൾ പോകുന്നത് അല്ലേ, ആദ്യം അവരെ ക്ഷണിക്കുന്നത് തൗഹീദിലേക്കായിരിക്കണം. അത് എല്ലാ കാര്യം അങ്ങനെയാണ് അല്ലേ. ഫസ്റ്റ് നമ്മൾ ക്ഷണിക്കേണ്ടത് അത് തൗഹീദിലേക്കായിരിക്കണം. കമറു ഈ അൺമ്യൂട്ട് ആകുന്ന ആൾക്കാരൊന്ന് മ്യൂട്ട് ചെയ്യണേ. ചില ആൾക്കാർ ഇങ്ങനെ അറിയാണ്ട് അൺമ്യൂട്ട് ആവുന്നത്, അപ്പോൾ അത് ഡിസ്റ്റർബ്. എല്ലാണ്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു തന്നത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നല്ലേ, ആദ്യം ക്ഷണിക്കുന്നത് എന്താണ്? തൗഹീദിലേക്കായിരിക്കണം. അവർ അത് മനസ്സിലാക്കി അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയ 5 നേരത്തെ നമസ്കാരം അല്ലേ, അതിനെക്കുറിച്ചുള്ള കാര്യമാണ് അവരെ ബോധ്യപ്പെടുത്തേണ്ടത്. അപ്പം പിന്നെ ഏറ്റവും ആദ്യം നമ്മൾ ഒരു നാട്ടിലേക്ക് ഒരാൾ ദഅവത്ത് ചെയ്യുമ്പോൾ പിന്നെ ആ ആളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം നോക്കിയാട്ടല്ലേ, സുബ്ഹാനല്ലാഹ്, എന്താ പറഞ്ഞത്? ആദ്യം ക്ഷണിക്കേണ്ടത് തൗഹീദിലേക്കാണ്. അതായത് ഏകത്വം, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കാണ് ക്ഷണിക്കേണ്ടത്. ഇന്ന് പലരും ഈ ഒരു വിഷയത്തിലെ നേരെ തല തിരിച്ച അള്ളാഹുലേക്ക് ക്ഷണിക്കുമ്പോൾ തൗഹീദ് പറയാൻ പലർക്കും മടിയാണ്, അല്ലെങ്കിൽ പേടിയാണ്, അല്ലെങ്കിൽ എന്തോ ഒരു ഇത് ഇല്ലേ. ആൾക്കാർ പറയും വേഗം തന്നെ അത് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആക്കുമ്പോൾ ആൾക്കാർ അത് കേൾക്കാൻ നിൽക്കൂല. അപ്പോൾ പിന്നെ ആദ്യം എന്താക്കുക, നമുക്ക് കുറേ നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവരെ നമ്മൾ ആദ്യം പിടിച്ചിരുത്തിയിട്ട് പിന്നെ നമുക്ക് മെല്ലെ മെല്ലെ എന്താക്കുക, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഷിർക്കിനെ പറ്റിയിട്ടും മറ്റേ ജാറത്ത് പോകുന്നതിനും ഉറുക്ക് കെട്ടുന്നതിൻ്റെയും ഏലസ് കെട്ടുന്നതിൻ്റെ കാര്യം നമുക്ക് മെല്ലെ മെല്ലെ പറയാം. ഇത് ആര് പഠിപ്പിച്ചു തന്നതാ?
അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ആദ്യം അല്ലേ, അവ്വല മാ തദ്ഉഹും ഇലാ അൻ യുവഹിദുല്ലാഹ്, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് അല്ലേ, വഹ്ദാനിയത്തിലേക്കാണ് നമ്മൾ ആദ്യം ഒരു ദഅവത്തിന്റെ ഏറ്റവും തുടക്കം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് നമ്മൾ ശരിക്കും ഇല്ലേ, പലരും പല ചിന്തകളും വരും. അതൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നു അതൊരു പിന്നെ ശൈത്താനിയത്താൻ തോന്നുന്നുണ്ട്. അതായത് അങ്ങനെ വേണ്ട, നമുക്ക് ആദ്യം മറ്റുള്ള കാര്യങ്ങളിൽ പറഞ്ഞിട്ട് അത് ഇപ്പം പിന്നെ ഏഹ്, ഏഹ്, കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി പറയാന്നുള്ള ആ ഒരു ചിന്ത ശരിക്കും അതിന്റെ ആവശ്യം എന്താന്ന് ഞാനിങ്ങനെ ആലോചിക്കലുണ്ട്. കാരണം ആദ്യം തന്നെ തൗഹീദ് പറഞ്ഞാൽ എന്താ പ്രശ്നം? കേൾക്കാനും ഉൾക്കൊള്ളാനും അല്ലേ തയ്യാറുള്ളവരെന്തായാലും കേൾക്കും. നമ്മള് നമ്മൾ അത് അംഗീകരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാലേ പിന്നെ ബാക്കി എന്ത് പറഞ്ഞിട്ടും ബാക്കി എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ അല്ലേ? അത് ശരിയാകാതെ ഇപ്പം നമ്മൾ കുറച്ച് കാലം ദഅവത്ത് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയി അല്ലേ, നമ്മളെ തൗഹീദ് പറയാണ്ട് മറ്റുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ പറയും. ഇപ്പം ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ പറയുമ്പോൾ ഫസ്റ്റ് എന്താ? ഷഹാദത്താണ് അല്ലേ? ആ ഷഹാദത്തിനവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് അവിടെയുള്ള ആൾക്കാരെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും പഠിപ്പിച്ചിട്ട് ആള് തൗഹീദ് ലാസ്റ്റ് പറയാന്ന് വിചാരിക്കുമ്പോൾ കുറേ ആൾക്കാർ തൗഹീദ് ഇല്ലാണ്ട് മരണപ്പെട്ടു പോയി എന്ന് ചോദിച്ചോ അല്ലേ? അപ്പൊ എന്താ അവിടുത്തെ അവസ്ഥ? വെറുതെ നിസ്കാരം അല്ലേ, ശിർക്കുള്ള ഒരാൾ നിസ്കാരം എന്താ കാര്യമുള്ളത്? ആദ്യം അവിടെ അടിസ്ഥാനപരമായ ആ വിശ്വാസമാണ് ആദ്യം ശരിയാകേണ്ടത്. കാരണം അത് ശരിയായാൽ തന്നെ ബാക്കി നമ്മളെല്ലാം ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കറക്റ്റായി, മുഹമ്മദ് റസൂലുള്ള കറക്റ്റ് ആയാൽ പിന്നെ അതിൻ്റെ അനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നല്ല പോലെ ശരിയാകും. അല്ലെ, നമ്മൾ അള്ളാഹുള്ള ആ ഏകത്വത്തിലുള്ള ആ വിശ്വാസം തന്നെയല്ലേ നമ്മളെ നയിക്കുന്നത് തന്നെ. എന്തിനും ഏതിനും എനിക്കെൻ്റെ റബ്ബുണ്ട് അല്ലെ, എൻ്റെ റബ്ബ് മാത്രം, വേറൊരാൾ എനിക്ക് ആവശ്യമില്ല, വേറൊരാളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നുള്ള നിലക്ക് നമ്മളാകുമ്പോഴല്ലേ നമ്മൾ കറക്റ്റ് ആകുന്നത്. അപ്പം ആദ്യം അത് പറയാം, എന്നിട്ട് പിന്നെ അവരുടെ മേലെ നിർബന്ധമാക്കിയ 5 നേരത്തെ നിസ്കാരം അല്ലേ. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്ക കാലഘട്ടത്തിൽ 13 വർഷക്കാലം ദഅവത്ത് ചെയ്തത് മുഴുവൻ എന്താ? മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിറാണ്. അള്ളാഹിലും അന്ത്യദിനത്തിലുള്ള വിശ്വാസം അവർക്ക് അതാണ് ഉണ്ടാക്കി കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ വന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത് അത്രയും ആ തൗഹീദിന്റെ പ്രാധാന്യമല്ല അവിടെ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, റസൂൽ അംരിൽ ഇസ്ലാമു വഅമൂദുഹു അസ്വലാഹ്, കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇസ്ലാമാണ്, അതിൻ്റെ സ്തംഭം അല്ലേ, അതിൻ്റെ തൂണ് നിസ്കാരമാണ്. ഇസ്ലാം കാര്യങ്ങളിൽ അല്ലേ അതിൻ്റെ കടിഞ്ഞാണ് ജിഹാദാണ്. അപ്പം പിന്നെ നിസ്കരിക്കാന്നല്ല, നിസ്കാരം നിലനിർത്താന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ പിന്നെ ഈ വിഷയങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൃത്യസമയത്ത് നിസ്കരിക്കാന്നുള്ളതും പിന്നെ നിസ്കാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പാലിച്ചുകൊണ്ട് അല്ലേ, സല്ലൂർ കമാ റഅയ്തുമൂനി ഉസല്ലി, ആ രീതിയിൽ നമസ്കരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, പിന്നെ പുരുഷന്മാർ പള്ളിയിൽ പോയി നമസ്കരിക്കേണ്ട, ജമാഅത്തായി നമസ്കരിക്കേണ്ട വിഷയങ്ങളും അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമസ്കാരത്തിൻ്റെ വിഷയം ഒരു പരിധിവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി. അതായത് ബാങ്ക് കേട്ടാൽ മതിയായ കാരണം ഇല്ലാതിരുന്നിട്ടും പിന്നെ പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ നിസ്കാരം ഇല്ല എന്നുള്ള നിലക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമസ്കാരത്തിന് നമ്മൾ കൊടുക്കേണ്ട ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു വിഷയത്തിൽ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. ഏറ്റവും നല്ല രൂപത്തിൽ നമസ്കാരം നിർവഹിക്കാൻ അതിൻ്റെ ഇപ്പം നമ്മൾ മദ്രസകളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ ഷർള്, നിസ്കാരത്തിൻ്റെ ഫർള്, നിസ്കാരത്തിൻ്റെ സുന്നത്ത്, ഇങ്ങനെ നമ്മൾ എണ്ണം വിട്ട് പിന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സത്യത്തിൽ അത് എണ്ണം പഠിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന പിന്നെ ഒരു യാന്ത്രികമായ ഒരു കർമ്മമല്ല അല്ലേ നമസ്കാരം എന്ന് പറയുമ്പോൾ. ശരിക്കും നമ്മളെ മുമ്പിൽ നമ്മളെ റബ്ബുണ്ട് എന്ന ഒരു ചിന്തയോട് കൂടി നമ്മളെ കാര്യങ്ങളെല്ലാം അള്ളാഹിനോട് പറയാനുള്ള, എല്ലാം ചോദിക്കാനുള്ള ഒരവസരമല്ല അള്ളാഹ് നമുക്ക് തരികയല്ലേ.
നമ്മളെ മുമ്പിൽ തരികയല്ലേ ചെയ്യുന്നത്. അല്ലാതെ ഒരു 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 അനുഷ്ഠാന കർമ്മം എന്നുള്ള നിലക്കൊരു അല്ലെ നമ്മൾ യാന്ത്രികമായിട്ട് അത് ചെയ്ത് തീർക്കാനുണ്ടല്ലോ, നിസ്കരിക്കാനുണ്ടല്ലോ, അതിന് ആ ഒരു പണിയും കൂടി ബാക്കിയുണ്ട്, നിസ്കരിക്കാൻ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലേക്കൊരു പണി പോലെ ചെയ്യുന്ന ഒരു ബാധ്യത പോലെ അങ്ങനെയല്ല. ശരിക്കും നമ്മളെ അള്ളാന്റെ മുമ്പിൽ നമുക്ക് നമ്മളെ കാര്യങ്ങളെല്ലാം അള്ളഹാനോട് പറയാനും നമുക്ക് വേണ്ടതെല്ലാം അള്ളഹാനോട് ചോദിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമല്ലേ നിസ്കാരം എന്ന് പറയുന്നത് അല്ലേ. ശരിക്കും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ച മുതൽ പിന്നെ ഓരോ അനക്കങ്ങളും അല്ലെ, ഓരോ ചലനങ്ങളും ഓരോ ദിക്റുകളും ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. എന്തെല്ലാം കാര്യങ്ങളാണ് നിസ്കാരത്തിൽ നമ്മൾ ചോദിക്കുന്നത് അല്ലേ. ഒന്നും നമ്മൾ അതിൽ നിന്ന് ഒഴിവാകുന്നില്ലല്ലോ നിസ്കാരത്തിൽ നമ്മൾ ചോദിക്കുന്നതിൽ നിന്ന്. സുബ്ഹാനല്ലാഹ് അല്ലെ. എത്രമാത്രം എന്ന് വെച്ചാൽ നമ്മൾ ഈ ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും വേണ്ട എല്ലാ കാര്യങ്ങളും പിന്നെ നിസ്കാരത്തിൽ വന്നില്ലല്ലേ. പ്രാരംഭ പ്രാർത്ഥനകൾ തന്നെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടില്ലേ. അൽഹംദുലില്ലാ. അള്ളാഹുവിനെ ശരിക്കും പ്രാരംഭ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് അല്ലേ, ഒരുപാടുണ്ട്. അതിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്രത വസീല, അതെല്ലാം നമുക്ക് ഈ പ്രാരംഭ പ്രാർത്ഥനയായിട്ട് ചൊല്ലാന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ. ശരിക്കും അതൊക്കെ അള്ളാഹുവിനെ ഒരുപാട് നമ്മൾ സ്തുതിച്ച്, പിന്നെ അതുപോലെ നമ്മൾ ആയിഷാന്റെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടായില്ലേ, പിന്നെ നമ്മൾ ആ ശുദ്ധീകരിക്കാനുള്ള ദുആ അല്ലാഹുമ്മ ബഅദ് ബൈനി ബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്. ശരിക്കും എത്ര നല്ല പ്രാർത്ഥനയാന്നല്ലേ. അതെല്ലാം അന്ന് ആ ക്ലാസ് കേട്ടതിന് ശേഷം ചൊല്ലുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു സന്തോഷമാണ്. അൽഹംദുലില്ലാ. നമ്മളെ ശുദ്ധീകരിക്കണേ അല്ലേ, നമ്മളെ പാപങ്ങളെ അകറ്റണമേ. എന്താ പറയാ, വെള്ള വസ്ത്രത്തെ അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കുന്നത് പോലെ, പിന്നെ ഹിമം കൊണ്ടും അല്ലെ മഞ്ഞുകൊണ്ടും തണുത്ത വെള്ളം കൊണ്ടും സാധാ വെള്ളം കൊണ്ടും ഒക്കെ ഞങ്ങളെ ശുദ്ധീകരിച്ച് കുളിപ്പിച്ച് അല്ലേ പരിശുദ്ധരാക്കണേന്ന് നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങുന്ന ആ നമസ്കാരം, അത് കഴിഞ്ഞ് ഫാത്തിഹ, അപ്പോഴും പ്രാർത്ഥന തന്നെ അല്ലേ. നമ്മളെ ജീവിതത്തിലേക്ക് വേണ്ട നമ്മൾ എങ്ങനെ നമുക്ക് നമ്മളെ ജീവിതം ആവണം എന്ന് നമ്മൾ അള്ളാഹിനോട് പറഞ്ഞല്ലേ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ആ ഒരു മാർഗത്തിൽ ഞങ്ങളെ ചേർക്കണേ റബ്ബേ എന്ന് നല്ല പോലെ നമ്മൾ ദുആ ചെയ്ത്, പിന്നെ നമ്മൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു സൂറത്ത് ഓതി റുക്കൂയിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന് ഒരുപാട് സനാ ചെയ്ത് അല്ലേ, സ്തുതിച്ച് പുകഴ്ത്തി സമി അല്ലാഹു ലിമൻ ഹമിദ പറയുമ്പോൾ അവിടെ പിന്നെ വീണ്ടും റബ്ബിനെ നമ്മൾ ഒരുപാട് സ്തുതിക്കുകയെന്നല്ലേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ പിന്നെ സുജൂദിലേക്ക് പോയി അള്ളാഹുവായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ സമയത്ത് അല്ലെ, ഒരു മനുഷ്യൻ ഒരു വിശ്വാസി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് സുജൂദാന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാം റബ്ബിനോട്. നമുക്ക് ഇല്ലേ, നമ്മളെ അല്ലാഹ് നമ്മളോട് ഏറ്റവും അടുത്തുണ്ടാകുന്ന ആ ഒരു സമയത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹിനോട് പറയാം. എത്ര നല്ല അവസരം. നമുക്ക് ഓരോ ദിവസവും 5 വഖ്ത് നിർബന്ധമായിട്ടും അല്ലാതെയും ഉള്ള സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എത്രയാ അവസരങ്ങൾ തരുന്നില്ലേ. ആ ഒരു നമസ്കാരം എന്താ അതൊക്കെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടാ. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ചിന്തിക്കണം. ആ സുജൂദ് കഴിഞ്ഞ് സുജൂദിൽ നമ്മൾ അള്ളാഹിനെ ഒരുപാട് സ്തുതിച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് പറഞ്ഞ് ദുആ ചെയ്ത് ഓരോ സുജൂദിലും ഇല്ലേ വ്യത്യസ്ത പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് തന്നതായിട്ടുള്ള സുന്നത്തായ നിലക്ക് വന്ന ഒരുപാട് നല്ല നല്ല പ്രാർത്ഥനകളുണ്ട് അല്ലേ. അതൊക്കെ അള്ളാഹിനോട് പറഞ്ഞ് ഇടയിലിരിക്കുമ്പോൾ ഒരു ചെറിയ നിമിഷം കൊണ്ട് വലിയ ഒരുപാട് 7 കാര്യങ്ങൾ നമ്മൾ അവിടെ റബ്ബിനോട് ആവശ്യപ്പെടുന്നില്ലേ. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഇത് എത്ര സ്പീഡിലാണ് നമ്മൾ പറഞ്ഞു പോകാറുള്ളത്. എപ്പോഴും അല്ലെ, ഇപ്പോഴും ആ ഒരു സ്പീഡിൽ തന്നെ ആണോ നമ്മളുള്ളത് അല്ലെ. നമ്മളിടക്ക് ബ്രേക്ക് ചവിട്ടുന്നുണ്ടാ അല്ല ഇപ്പോഴും പണ്ടേ നമ്മൾ ശീലിച്ച പോലെ തന്നെയാണോ നമ്മളെ നിസ്കാരങ്ങളൊക്കെ. മാറണ്ടേ അല്ലേ, നമുക്ക് മാറ്റണ്ടേ. നമ്മളിത് പറയുമ്പോൾ റബ്ബിഗ്ഫിർലി അല്ലെ, അല്ലാഹ് എനിക്ക് നീ പുറത്തരണേ അല്ലാ, റബ്ബിഗ്ഫിർലി വർഹംനി, നീ എന്നോട് കരുണ ചെയ്യണേ അല്ലാ അല്ലെ. ഇതൊക്കെ പറയുമ്പോൾ എത്ര
ഒരു സിമ്പിൾ അല്ലെ, ഒരു സുജൂദിന്റെ ഇടയിലുള്ള ഒരു ഇരുത്തം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയം. പക്ഷെ ആ സമയത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളല്ലാതെ നമ്മൾ ചോദിക്കുന്നത്. എല്ലാ നിസ്കാരത്തിലും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നുണ്ട്. എല്ലാം എന്ന് വെച്ചാൽ എല്ലാം വരുന്നുണ്ട്. ശരിക്കും നല്ലൊരു നിസ്കാരം നിസ്കരിച്ചാൽ പിന്നെ വേറൊരു പ്രത്യേക പ്രാർത്ഥനയുടെ ആവശ്യം പോലും ഇല്ല. അത്രമാത്രം പ്രാർത്ഥനകൾ അല്ലെ നിസ്കാരത്തിൽ വരുന്നുണ്ട്. റബ്ബിയോ ഫുർലി വർഹംനി വജ്ബുർനി. ഈ വജ്ബുർനീന്റെ വാക്കിന്റെ അർത്ഥം തന്നെ വളരെ വിശാലമായതാന്ന് പറയുന്നത്. നമുക്കില്ലേ നമ്മളെ ന്യൂനതകളും പോരായ്മകളും എല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്ക് അള്ളാഹിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന വലിയതായ ഒരു പിന്തുണ അല്ലെ, ഒരു സപ്പോർട്ട്, ഞാനുണ്ട് നിന്റെ കൂടെ. നമ്മളോട് പലപ്പോഴായിട്ട് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് പറഞ്ഞിട്ടില്ലേ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന അല്ലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞ്, മൂസ അലൈഹിസ്സലാം അല്ലെ, കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹസ്ബി അല്ലാഹ്, എനിക്ക് എൻ്റെ റബ്ബ് മതി. ഇങ്ങനെ പല നിലക്ക് നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ ഈ വജ്ബുർനി എന്നുള്ള വാക്കെന്താ, റഹ്മാനായ റബ്ബ് അല്ലേ, എനിക്ക് പുറത്തു തരണേ, എന്നോട് കരുണ കാണിക്കണേ. എന്നിട്ട് എന്താ പറയുന്നത്, എന്നെ നീ സപ്പോർട്ട് ചെയ്യണമല്ല, എല്ലാ നിലക്കും എന്നെ സഹായിക്കണം റബ്ബേ അല്ലേ, എല്ലാ നിലക്കും എനിക്കൊരു പിന്തുണ, എൻ്റെ എല്ലാ ന്യൂനതകളും പരിഹരിച്ചുകൊണ്ട്. ഒരുപാട് ന്യൂനതകളുള്ള മനുഷ്യനാണല്ലോ നമ്മൾ. മനുഷ്യന്മാരെന്ന് പറയുന്നത് ഒരുപാട് ന്യൂനതകൾ പോരായ്മകൾ ഉള്ളവരാണ്. പക്ഷെ അതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അത് പരിഹരിച്ചുകൊണ്ട് നീ എനിക്ക് നല്ല രീതിയിലൊരു പിന്തുണ അല്ലെ. നമുക്ക് വേറെ ആരും സപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ അള്ളാന്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു സഹായം, ഒരു സപ്പോർട്ട് അല്ലെ, ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് തന്നെയാണ്. ആ ഒരു പിന്തുണ നമുക്ക് ലഭിക്കാന്ന് പറയുന്നത് എത്ര വലിയ സൗഭാഗ്യമാണ്. ഇപ്പൊ നമ്മൾ അതാ ചോദിക്കുന്നുള്ളതാണ്. ഈ വജ്ബുർനി എന്ന് പറയുമ്പോൾ എന്താന്ന് അറിയാണ്ട് എത്രയോ കാലമായിട്ട് നമ്മൾ ചൊല്ലുന്നുണ്ടാവൂലേ, റബ്ബി ഗഫ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർഫഅനി, എന്നെ നീ ഉയർത്തണമേ അല്ലേ, വഹ്ദിനി വർസുഖ്നി, എന്തെല്ലാം ഹിദായത്ത്, റിസ്ഖ് അല്ലേ. ഈ റിസ്ക്കെല്ലാം നമ്മൾ അറിഞ്ഞ് ചോദിക്കുന്നുണ്ട്. ആഫിനി ആഫിയത്ത്, എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത് ഒരടക്കത്തോടെ അല്ലെ, ഈ സുജൂദ്, റുക്കൂ, ഇടയിൽ ഇത്തിദാല്, ഇവിടൊക്കെ നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ, അടക്കം പാലിക്കുക എന്നുള്ളത്. തുമഇനീനത്ത് അല്ലെ, ഒരു സമാധാനത്തോടെ നമ്മളെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം ഒരു സ്റ്റോപ്പ്, അതായത് ഒന്ന് അടങ്ങി പാർക്കണം അവിടെ. അതാ നിർബന്ധം. അവിടെ ചൊല്ലുന്ന കാര്യത്തിൽ നിർബന്ധമില്ല. നമുക്കവിടെ എന്ത് ചൊല്ലിയോ ചൊല്ലിയിട്ടില്ലോ അവിടെ നിസ്കാരം പ്രശ്നമില്ല. നേരെ മറിച്ച് നമ്മൾ ആ അടക്കം പാലിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ നിസ്കാരം നമ്മളത് ശരിയാവൂല. നിസ്കാരം ശരിയാവൂല. നമ്മൾ ശരിയായ രൂപത്തിൽ അടങ്ങി പാർക്കുന്നില്ലെങ്കിൽ, ആ തുമഇനീനത്ത് അവിടെ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ നിസ്കാരം ശരിയാകൂല. കോഴി കൊത്തുന്ന പോലെ നിസ്കാരം വേണ്ടാന്ന് പറഞ്ഞിട്ടില്ലേ അല്ലാ. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ എത്രത്തോളം കൃത്യത പാലിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തർ ചിന്തിക്കണം. കാരണം എത്രയും നമ്മൾ അല്ലേ, ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജീവിതത്തിൽ വരുന്ന ഒരു വിഷയമാണ് നിസ്കാരം എന്നുള്ളത്. അപ്പോൾ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇത് വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ സുജൂദ് കഴിഞ്ഞ് ഇടയിൽ ഇരുത്തം കഴിഞ്ഞ് വീണ്ടും സുജൂദ് ഇല്ലേ, പിന്നെ പിന്നെ വീണ്ടും അടുത്ത റക്കായത്തിലേക്ക് പ്രവേശിച്ച് അത് കഴിഞ്ഞ് അത്തഹിയാത്ത് അല്ലെ, അത്തഹിയാത്തൊക്കെ ചൊല്ലുമ്പോൾ ഓർക്കാറുണ്ടാ നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ അഭിവാദ്യങ്ങൾ ഇങ്ങനെ അർപ്പിക്കുമ്പോൾ, അള്ളാഹുവേ അല്ലേ, അത്തഹിയാത്തു അൽ മുബാറകാത്തു അസ്സലവാത്തു അത്വയ്യിബാത്തു ലില്ലാഹ് ലില്ലാഹ്, അള്ളാഹുവിനാണ് ഇതൊക്കെ ഓരോന്നും അല്ലേ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഇത് പറയുമ്പോൾ അള്ളാന്റെ റസൂലിനോടില്ലേ നമ്മൾ സലാം പറയുന്ന ഓർമ്മിക്കലുണ്ട് നമ്മൾ. നമ്മളെങ്ങനെ തഹിയാത്ത് പറയാ, അത്തയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബി. ഭയങ്കര തിരക്കല്ലേ നമുക്ക്. നമ്മളെ തിരക്കപ്പാ തീരാ, നമ്മളെ തിരക്കപ്പാന്നറിയാം തീരാന്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ, ഹത്താ സുർത്തുമുൽ മഖാബിർ, അതാ പറയുന്നു. ഈ തിരക്കും ഈ പെരുമ നടിക്കലും പെരുപ്പം കാണിക്കലും എല്ലാം തീരും എപ്പോ, ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ നിങ്ങളുടെ ഖബറിടങ്ങളെ സന്ദർശിക്കുന്നത് വരെ. നമ്മൾ ഓരോരുത്തരും നമ്മളെ സ്വന്തം ഖബർ സന്ദർശിക്കുന്നു, അല്ലാണ്ട് വേറെ ആൾക്കാരെ ഖബർ സന്ദർശിക്കുമ്പോഴല്ല. നമ്മളെ ഖബറുണ്ടല്ലോ അത് നമ്മൾ സന്ദർശിക്കുന്നത് വരെ
അതുവരേ ഉള്ളൂ ഇതെല്ലാം. അതോടുകൂടി എന്തായി? അതോടുകൂടി എല്ലാം തീർന്ന് അല്ലേ? നമ്മൾ ആദ്യം ചെന്ന് കിടക്കേണ്ട നമ്മളെ ഭവനം, നമ്മളെ വീട്, അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല, പിന്നെ ഒന്നുമില്ല. പിന്നെ അവിടെ അനങ്ങാണ്ട് കിടന്നോളത്രല്ല, അനങ്ങാണ്ട് കിടക്കാൻ കഴിയോ? അല്ലാഹു ആലം അല്ലേ? അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഖബറിലെ അദാബുകളെ തൊട്ടുള്ള നമ്മളെല്ലാരെയും കാത്തുരക്ഷിക്കട്ടെ. അവിടെ കൂരിരുട്ട് ഇല്ലേ, ആരും ഉണ്ടാകൂല, കൂട്ടിനാരും ഉണ്ടാവൂല. അള്ളാഹുവേ, ഞങ്ങളുടെ കർമ്മങ്ങൾ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സൽക്കർമ്മങ്ങളാക്കി നീ മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഖബറുകളിൽ നീ വെളിച്ചം നൽകുന്ന നല്ലൊരു കൂട്ടുകാരനെ ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ല്ലേ? അവിടെ പോലും വ്യാപാരം നടക്കുന്നുണ്ട് കേട്ടാ. അവിടെ അല്ല, അവിടത്തേക്കുള്ള വ്യാപാരം നടക്കുന്നുണ്ട് ഈ ദുനിയാവില്. ഒരിക്കൽ ഒരു ഉസ്താദിന്റെ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ടായിരുന്നു. അയാള് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ, ഖബറിൽ വെളിച്ചം കിട്ടാൻ ഇത്ര പൈസ നേർച്ച, 350 പിന്നെ എന്തേനും അങ്ങനെ ഓരോന്നിനും ഓരോ പൈസയെ പറയുന്നത്. അപ്പൊ അത് പണ്ടാരത്തിലാട് ഇട്ട് കൊടുത്തിനാല് അവരെ ഖബറിൽ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഉസ്താദ് ദുആർക്കും. അങ്ങനെ എന്താ ഉസ്താദ് ആടെ ട്യൂബ് ലൈറ്റ് കത്തിച്ചു കൊടുക്കുമായിരിക്കും 350 അള്ളാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലേ? എന്തൊരു വെഡിത്താണ്. പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഇത്ര പൈസ ഇന്ന സ്ഥലത്തേക്ക് നേർച്ചയാക്കാം. അങ്ങനെയൊന്നും കിട്ടുമൊന്നും ചെയ്യൂല അല്ലേ? നമ്മളെ ഖബറിൽ വെളിച്ചം കിട്ടാൻ നമ്മള് സൽക്കർമ്മങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഉണ്ടാവും കൂട്ടുകാരനായിട്ട് സൽക്കർമ്മങ്ങൾ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അമീൻ. അപ്പോൾ പിന്നെ അത്തഹിയാത്ത് പറഞ്ഞാൽ അത്തഹിയാത്ത് പറയുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് പറയുമ്പോൾ ഇല്ലേ, നമ്മളെ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സലാം മടക്കും എന്ന് പറയുന്നുണ്ട്. അല്ല, ഓർമ്മിക്കലുണ്ട് അത്തഹിയാത്ത്? നമ്മളൊരു സലാം പറയുമ്പോൾ അല്ലേ, അള്ളാഹിൻ്റെ റസൂലിന് അള്ളാഹ് അവിടെ എത്തിച്ചു കൊടുക്കും, അവിടെ അത് പിന്നെ മടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ എന്താ ഓർമ്മിക്കുന്നില്ലേ? എന്താ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം വീട്ടുമ്പോൾ നിസ്കരിച്ച് കഴിഞ്ഞ് എന്തെല്ലാം പറഞ്ഞ് എന്തെല്ലാം ചൊല്ലിയേ അല്ലേ? ഇങ്ങനെ നമ്മൾ പഠിച്ചതെല്ലാം ചൊല്ലീനെല്ലാം ചൊല്ലിയിട്ടെല്ലാം ഉണ്ടാവും. കൽബോ പിന്നെ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനത്തെ നിസ്കാരമായി പോകരുത് അല്ലേ? നമ്മൾ പറയുന്നത് എന്താ, നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത് എന്താന്ന് കൃത്യമായിട്ട് നമ്മൾ അറിയണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഈ ഒരു പ്രാർത്ഥനയുടെ ശ്രേഷ്ഠത ഇന്ന് രാവിലത്തെ ഒരു ക്ലാസ് കണ്ടിട്ടുണ്ടായി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിൻ്റെ ഒരു ക്ലാസ്സിൽ ഈ കാര്യമാണ് പറയുന്നത്. ഈ ഒരു പ്രാർത്ഥനൻ്റെ വിഷയം, പ്രാധാന്യം. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എല്ലാ ഇബാദുകൾക്ക്, സ്വാലിഹീങ്ങളായ മുഴുവൻ ഇബാദുകൾക്ക്, അതായത് അടിമകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയല്ലേ അത് അല്ലേ? എല്ലാവർക്കും, നമ്മളെയും എല്ലാ സ്വാലിഹീങ്ങളായ പിന്നെ നല്ല അടിയാറുകൾക്കും എല്ലാവർക്കും ഉള്ള സലാം, ഒരു ദുആ അത്തഹിയാത്തിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്. എന്ത് നമ്മൾ അറിയുന്നുണ്ടാ? അല്ലാഹു അക്ബർ. അത്തഹിയാത്ത് അത് കഴിഞ്ഞ് ഇല്ല തശഹുദ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ സ്വലാത്ത് അർപ്പിക്കുക. എല്ലാ നിസ്കാരത്തിലും തശഹുദിൽ നമ്മൾ സ്വലാത്ത് നിർബന്ധമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയോ സുബ്ഹാനല്ലാഹ്, അതിലെന്താ നമ്മൾ ചോദിക്കാത്തേ? എന്താ നമ്മൾ പറയാത്തില്ലേ? വലിയൊരു പ്രാർത്ഥനയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാർത്ഥനയാണ്. അതിലെ ഓരോ കാര്യങ്ങളും വളരെ അല്ലേ, നമ്മൾ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻഷാ അള്ളാ ഇനിയും നമുക്ക് അവസരങ്ങൾ, സമയവും സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പറയാം ഇൻഷാ അള്ളാ. എന്തായാലും എല്ലാവർക്കും ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്കരിക്കുന്ന ആ നിസ്കാരത്തെ ഏറ്റവും ഭംഗിയാക്കി കൊണ്ടുപോകാൻ അള്ളാഹ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പം ഞാനിതൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ വിചാരിക്കും, എനിക്ക് ഇതിനൊന്നും കഴിയുന്നില്ലല്ലോ റബ്ബേ, എനിക്ക് എൻ്റെ നിസ്കാരം ഒന്നും ശരിയാക്കാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് ഈമാനൊന്നുമില്ല, എൻ്റെ നിസ്കാരം ഒന്നും എല്ലാം ശ്രദ്ധമായി പോകുന്നുണ്ടല്ലോ, എനിക്കൊന്നും അങ്ങനെ ഭയങ്കര നിരാശയോട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒന്നും ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാനിത് പറഞ്ഞത്. ഇത് ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരു പരിധിവരെ നമ്മളെ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ച് ചൊല്ലുമ്പോൾ ഇത്തിരി നമുക്ക് കേൾക്കാവുന്ന, അതായത് അടുത്തുള്ള ആൾക്ക് ബുദ്ധിമുട്ടാകാത്ത രൂപത്തിൽ നമുക്ക് നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ നമ്മുടെ കാതുകളിലേക്ക് കേൾക്കുന്ന രൂപത്തിൽ ഒരു പതിഞ്ഞ സ്വരത്തിൽ നമുക്ക് പറയാം. അത് ഒരു പരിധിവരെ നമ്മൾ നിസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധ കിട്ടാൻ സഹായിക്കും. പിന്നെ ഈ ചൊല്ലുന്ന ദുആകളുടെയും പ്രാർത്ഥനകളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി.
എന്നാൽ ഒരു പരിധിവരെ എന്താണ് നമ്മൾ ചോദിക്കുന്നത് റബ്ബിനോട്, എന്താ നമ്മൾ പറയുന്നത് അല്ലേ? നിസ്കാരം എന്ന് പറയുന്നത് റഹ്മാനായ റബ്ബുമായിട്ടുള്ള ഒരു മുനാജാത്താന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ മുനാജാത്ത് ഏറ്റവും ഭംഗിയുള്ളതാക്കണം എന്നൊരാഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ എന്താക്കാം, ഒരു മിനിറ്റ്, പിന്നെ ആ ഒരു കോൺസെൻട്രേഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെ ഈമാൻ എന്ന് പറയുന്നത് അത് കൂടിയും കുറഞ്ഞും ഇരിക്കും. എപ്പോഴും നല്ല ടോപ്പ് ലെവലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മലക്കുകളുടെക്കാട്ടി ഉന്നതമായ ദർജയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അതിന് സാധിക്കൂല അല്ലേ? നമ്മളെ ഈമാൻ എന്ന് പറയുന്നത് അത് ദുർബലമായ ഈമാനാണ്. അത് മാത്രമല്ല, ചിലപ്പം കൂടും ചിലപ്പം കുറയും അല്ലേ? വളരെ കുറഞ്ഞ് ലോ ആയി പോകുന്ന അവസ്ഥ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും ഈമാൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ആകാൻ പാടില്ല. അപ്പോൾ ഈമാനെ എപ്പോഴും നല്ല പിന്നെ എന്താ പറയുക, ആ ഒരു അതിൻ്റെ ആ ഗ്രാഫ് അല്ലേ, ആ ഒരു ഇത് കുറഞ്ഞു പോകാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അള്ളാഹിനെ ദിക്റാണ്. അതായത് ഖുർആൻ പാരായണം, ഖുർആനുമായുള്ള ബന്ധം, ഖുർആൻ്റെ പഠനം, പിന്നെ ദിക്റുകൾ, അദ്കാറുകൾ കൃത്യമായി ചെയ്യാനൊക്കെ ശ്രമിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മളെ ഈമാനിനെ നമുക്ക് ആ ഒരു ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത്തരം ഇൽമിൻ്റെ സദസ്സുകൾ എപ്പോഴും നമ്മളെ ഈമാനിനെ നമുക്ക് നല്ല ഒരു അളവിലേക്ക് ഉയർത്തിത്തരും തീർച്ചയായും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അള്ളാഹു നല്ല ഈമാനുള്ള നല്ല മുഅ്മിനീങ്ങളെ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഈ ക്ലാസ്സും കാര്യങ്ങളുമായിട്ട് കൂടുതൽ പിന്നെ കണക്റ്റഡ് ആകുമ്പോൾ മറ്റുള്ള വിഷയങ്ങളിൽ നിങ്ങൾ വീഴ്ച വരുത്താനേ പാടില്ല കേട്ടോ. അതായത് സ്വന്തം കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, പിന്നെ നമ്മൾ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ, വിഷയത്തിലൊന്നും ഒരു വീഴ്ച വരുത്താതെ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മളെ ദീനിനെ നമ്മളെ കൂടെ നിലനിർത്തി കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത്. അതായത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ വിഷയം വെച്ചാൽ ഭർത്താവിൻ്റെ കാര്യത്തിൽ തന്നെ. അതിലൊരു പോരായ്മ, ഒരു വീഴ്ച നിങ്ങളിൽ വന്നു പോകാൻ പാടില്ല. ക്ലാസ്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ക്ലാസ് കേൾക്കണം, അതുകൊണ്ട് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട സമയം, അവർക്ക് വേണ്ടി മാറ്റി വെക്കേണ്ട പല കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊന്നും നിങ്ങൾ ഒരിക്കലും എന്താകാൻ പാടില്ല, വീഴ്ച വരുത്താനേ പാടില്ല. അത് ഞാൻ നിരന്തരം പറയുന്നത് എന്താ വെച്ചാൽ ഒരു കംപ്ലൈൻറ്റ് വരാൻ പാടില്ല അല്ലേ? നമ്മൾ ഖുർആൻ പഠിക്കുന്നു, ഇത് ദിവസം ഒരു ക്ലാസ്സും, എന്നിട്ട് മനുഷ്യനിലെ ഇതിനെക്കൊണ്ട് വലിയ ഇടങ്ങാറല്ലോ, നമ്മളോളെ വേണ്ട വിധത്തിൽ നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു പരാതി വരാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഭർത്താക്കന്മാർ ഉച്ച സമയത്ത് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടി സമയം മാറ്റി വെക്കുക. പിന്നെ ഇതിൻ്റെ റെക്കോർഡിങ്സ് പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടും പോലെ കേട്ടാലൊക്കെ മതി കേട്ടോ. നല്ല നിയത്ത് നമുക്കുണ്ടെങ്കിൽ ലൈഫിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അള്ളാഹ് നമുക്ക് എത്തിച്ചേരും. നമ്മളെ കാതുകളിലും നമ്മളെ കണ്ണുകളിലേക്കും നമുക്ക് അതിൻ്റെ വഴി എല്ലാം അള്ളാഹ് തുറന്നു തരും. ഇപ്പോൾ എല്ലാ ക്ലാസ്സും എല്ലാവരും കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പറ്റുന്നവരൊക്കെ എന്താക്കുക, കേൾക്കുക. പിന്നെ വെറും കേൾവിക്കാരായിട്ട് മാത്രം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം വീണ്ടും പറയാണ്, വെറും കേൾവിക്കാരായിട്ട് മാത്രം ഇരിക്കരുത്. ഞാനിങ്ങനെ കുറേ പറഞ്ഞത് കൊണ്ടോ നിങ്ങൾ ഒരുപാട് കേട്ടത് കൊണ്ടോ ഒരിക്കലും നമ്മൾ മാറൂല. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അതെത്രത്തോളം നമ്മൾ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നോ അതിനനുസരിച്ച് മാത്രമേ മാറ്റം ഉണ്ടാവും. അല്ലാതെ നമ്മൾ പിന്നെ ഈ കാതുകളിലൂടെ മാത്രം അല്ലെങ്കിൽ നാവുകളിലൂടെ മാത്രം ഒഴുകുന്ന ഇൽമിനെ കൊണ്ട് അത് നമുക്ക് പ്രയോജനം ലഭിക്കൂല. നമ്മളെ ഹൃദയത്തിലേക്ക് അത് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാകണം നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. ഏറ്റവും ഞാൻ വീണ്ടും പറയാം, നമ്മളെ സ്വഭാവം അത് നല്ലതാക്കണം. നമ്മൾ ഏതൊരു ഇബാദത്ത് നമ്മൾ നിർവഹിക്കുമ്പോൾ അല്ലേ, ഇന്ന സ്വലാത്ത എന്താണ് ഇന്ന സ്വലാത്ത് തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ പറയുന്നില്ല, അതിൻ്റെ ഇന്ന സ്വലാത്ത് തന്നെയാണോ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നമസ്കാരം എന്ന് പറയുന്നത് അത് നീചവൃത്തികളെയും അല്ലേ, നിഷിദ്ധമാക്കിയ കാര്യങ്ങളെയും തടയുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം നമസ്കാരം അല്ലെ, ഒരു നമസ്കാരവുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് പറയുമ്പോൾ എന്താ പറയുന്നത്, ഒരാളുടെ വീടിൻ്റെ അടുത്തുകൂടി ഒരു ഒഴുകുന്ന നദി അല്ലേ, അരുവി ഉണ്ടെങ്കിൽ ഒരാൾ 5 നേരം കുളിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ഒരു അഴുക്കും ഉണ്ടാവില്ല അല്ലെ, അത്രയും അയാൾ ഭയങ്കര ക്ലിയർ ആയിരിക്കും. അതേപോലെയാണ് ഒരു 5 നേരം നമസ്കരിക്കുന്നവൻ, അത്രയും പാപങ്ങളിൽ നിന്ന് അവൻ പരിശുദ്ധനായിരിക്കും. വെള്ള വസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധിയാകുന്നത് പോലെ 5 നേരത്തെ നമസ്കാരം നമ്മളെ ശുദ്ധിയാക്കും എല്ലാ തിന്മകളിൽ നിന്നും. അപ്പം നിസ്കരിക്കുക, കളവ് പറയുക, നിസ്കരിക്കുക, പിന്നെ എന്താ പറയുക, എല്ലാ തമാടിത്തരത്തിനും
പിന്നെ മുന്നിൽ നിൽക്കുന്നത് നിസ്കരിക്കുന്നവന് അല്ലേ. ചിലപ്പോൾ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ പിന്നെ എല്ലാ തെറ്റുകൾക്കും കൂട്ടു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് നിസ്കാരം, നമ്മളെ നിസ്കാരം ഈ പറഞ്ഞതിൽ നിന്നൊന്നും നമ്മളെ തടയുന്നില്ല. അപ്പം ആ നിസ്കാരം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു നിസ്കാരക്കാരായാൽ പോരാ അല്ലേ. നമ്മൾ നിസ്കാരക്കാരാകുമ്പോൾ ആ 5 നേരത്തെ നിസ്കാരം അതിൻ്റെ സമയത്ത് കൃത്യമായി ആ ഒരു അവ്വൽ വക്തിൽ തന്നെ അതിനോടനുബന്ധിച്ചുള്ള മുൻപിലും ശേഷമൊക്കെ വരുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് നല്ല അല്ലേ. കാരണം ഇപ്പോൾ നമ്മൾ ഫർള് നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നെങ്കിലും എത്രത്തോളം നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ കഴിയും നമുക്കറിയില്ല അല്ലേ. നമ്മൾ ശ്രമിക്കുന്നുണ്ട്, ഏറ്റവും നല്ല നിസ്കാരമാകാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളെ ചിന്തകളെ നമുക്ക് പലപ്പോഴും എന്താക്കാൻ കഴിയുന്നില്ല, പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല അല്ലേ. അതിങ്ങനെ കടന്ന് കാട് കയറി പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, ആമീൻ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ, വീഴ്ചകൾ എന്തായാലും നമ്മളെ നിസ്കാരത്തിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിനെ പരിഹരിക്കാനുള്ള നല്ലൊരു ഉപാധിയാണ് എന്ത്, നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും ഒക്കെ വരുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ. ഫർളിലെ ന്യൂനതകളെ അത് പരിഹരിക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കഴിയുന്ന ആൾക്കാർ സുന്നത്തുകളിൽ വീഴ്ച വരുത്താതെ തന്നെ പിന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. സുന്നത്ത് നമസ്കാരങ്ങൾ ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നാൻ പാടില്ല. എല്ലാം നമുക്കൊരു ഈസി ആയിട്ട് വരണം അല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ലേ, നമ്മളെല്ലാ കാര്യവും ഇല്ലേ നമ്മൾ പതിവാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നാലില്ലേ പിന്നെ നമുക്കത് ഒരു ഭാരമാവില്ല. ചെയ്യാതിരിക്കുമ്പോൾ നമുക്കതൊരു വലിയ ഭാരമായിട്ട് വരും. അതായത് ഇപ്പോൾ പതിവായിട്ട് പിന്നെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾക്കില്ലേ, അന്ന് ഒരു ദിവസം ഉറങ്ങിപ്പോയിട്ട് തഹജ്ജുദ് മിസ്സായാൽ അയാൾക്കുള്ള ടെൻഷനില്ലേ പറഞ്ഞറിയിക്കാനുണ്ടാവില്ല. അത്രക്ക് വിഷമിക്കും. അല്ലോ എന്താ, നേരെ മറിച്ച് തീരെ നിസ്കരിക്കാത്ത ഒരാൾക്ക് ഒന്നും ഉണ്ടാവില്ല, അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ. അതുപോലെ തന്നെ എല്ലാ സുന്നത്തിൻ്റെ കാര്യത്തിലെല്ലാം അങ്ങനെ തന്നെ. എല്ലാ ഫർദിൻ്റെ മുമ്പും ശേഷമൊക്കെ സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാൾ, പതിവായി ലുഹാ നിസ്കരിക്കുന്ന ആൾക്കാർ, ഇവർക്ക് എന്തെങ്കിലും കാരണത്താൽ അതൊന്നും നിസ്കരിക്കാണ്ടിരുന്നാൽ വല്ലാത്തൊരു അസ്വസ്ഥതയ്ക്കും. ഇപ്പം നമ്മൾ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും കൂടുതലായിട്ട് നമുക്ക് പണിയുണ്ടെന്ന് വിചാരിക്കാം. അന്നേരം നമ്മൾ വേഗം ആ പണിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ ലുഹാ നിസ്കാരം അവിടെ ഡിലേ ആവൂലേ. അന്നേരം ശരിക്കും ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം, ഞാൻ എന്നെ പുകഴ്ത്തി പറയുന്നതല്ല, അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കി നമുക്ക് ഒരു അസ്വസ്ഥതയ്ക്കും. എന്ത് പണിയെല്ലാം എടുക്കുന്നെങ്കിലും നിസ്കരിച്ചിട്ടില്ലെങ്കിലില്ലേ അത് നിസ്കരിച്ചിട്ടില്ലാലോ എന്നുള്ള ഒരു ടെൻഷനും, പണി വേഗം നീങ്ങുകയും ചെയ്യില്ല, അതിലൊരു ഒരു 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 ഇത് കിട്ടൂല. നേരെ മറിച്ച് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ വേഗം എന്തായാലും 2 റക്അത്ത് നിസ്കരിച്ച് അതിനെക്കൊണ്ട് നമുക്ക് കുറേ നഷ്ടമൊന്നും വരാനില്ല. ഒരു 2 റക്അത്ത് ദുഹ അല്ലേ, സ്ഥിരമായിട്ട് 2 നിസ്കരിക്കുന്ന ആണെങ്കിൽ 2, ഇനി 4 നിസ്കരിക്കുന്ന ആണെങ്കിൽ 4 റക്അത്ത് അല്ലേ. 4 റക്അത്ത് ദുഹാ നിസ്കാരവും ളുഹറിൻ്റെ മുമ്പുള്ള 4 റക്അത്ത് നിസ്കരിച്ചാൽ നമുക്ക് സ്വർഗത്തിലൊരു വീട് തരാമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പതിവായി ചെയ്യുന്നവരാണെങ്കിൽ വേഗം ഒരു 2 റക്അത്ത്, ഒരു 4 റക്അത്ത് 2 ആയിട്ട് പിന്നെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പണി തുടങ്ങി നോക്കിയാട്ടെ. അന്നേരം ഇല്ലേ നമ്മളെ പണിയിൽ നമ്മളിപ്പോൾ ആരോ ഒപ്പരം കൂടിയിട്ട് ഒന്നിച്ച് നമ്മളൊരു ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളെ പണി ചെയ്യുന്ന പോലെ ഭയങ്കര ഈസി ആയിരിക്കും, ഭയങ്കര ഈസി ആയിരിക്കും. നല്ല അല്ലെങ്കിലും നമ്മൾ ഈ പണിയെല്ലാം ചെയ്യുമ്പില്ലേ നമ്മൾ ദിക്റെല്ലാം ചെയ്ത് നോക്കിയാട്ടെ. ഏറ്റവും എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ദിക്ർ എന്ന് വെച്ചാൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് ഭയങ്കര എഫക്റ്റീവാണ് എന്ന് പറഞ്ഞാലില്ലേ, ഇത് നമ്മൾ ചൊല്ലുമ്പില്ലേ നമ്മളപ്പോൾ ആരോ ഒന്നിച്ചെന്നെ എന്തോ ആരോ ഉള്ള പോലെ നമ്മളെ കാര്യങ്ങളില്ലേ ഭയങ്കര ഈസി ആയിട്ട് ഭയങ്കര എളുപ്പമാകുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്, എന്താ നമ്മൾ എന്തോ നമുക്കൊരു ഭാരമായിട്ട് തോന്നുമ്പില്ലേ ഇതൊന്നും അങ്ങ് ചൊല്ലി നോക്കിയാട്ടെ, എന്തോ ഭയങ്കര ഒരു സഹായം വരുത്താം. ഇപ്പം 2 ദിവസം മുമ്പില്ലേ ചെറിയൊരു അനുഭവം പറയാം. ഇപ്പം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് വലിയ കാര്യമായിരിക്കൂല, പക്ഷെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ടായിന് വെച്ചാൽ പിന്നെ മോള് അങ്ങേക്ക് 1-2 കടികൾ ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ തലേന്നാണ് പറയുന്നത്. അപ്പം പിറ്റേന്ന് ഞാൻ സാധാരണ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്നുകിൽ ഹെൽപ്പിന് വിളിക്കും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആളുണ്ടല്ലോ, അപ്പോൾ അവരാരെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആക്കിയത്. അപ്പോൾ നമ്മൾ അമ്മായിൻ്റെ അടുത്ത് തന്നെ പറയാമെന്ന് ആദ്യം വിചാരിച്ചത്. നോക്കുമ്പോൾ അമ്മായിക്ക് പനിയായിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒന്നും ഓരോരുത്തർ പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെച്ച് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാം, പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ 3 ഐറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഇത് എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ രാവിലെയാണ് സാധനങ്ങളെല്ലാം കൊണ്ടുത്തരുന്നത്. അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതിലാക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഹെൽപ്പിന് വരുന്ന ആൾ ഓരോ ആരോ എന്തോ കുടുംബത്തിലെന്തോ നിക്കാഹ എന്തോ ഉണ്ടായിട്ട് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങി. അൽഹംദുലില്ലാ. ഞാൻ വെച്ചാൽ അല്ല ഉണ്ടല്ല പഠിച്ചോനെ, ഞാൻ ദുആ ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. വീട്ടിലെ മറ്റു പണികളുണ്ട്, രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കണം, ഉച്ചക്കത്തെ ചോറും കറി ഉണ്ടാക്കണം, എല്ലാം ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഹെവി ആയിട്ട് വരുമല്ലോ. പക്ഷെ എന്താ പറയുക, പിന്നെ ഞാനിങ്ങനെ ഓരോ ചെയ്യുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് ദിക്ർ ചെയ്തുകൊണ്ട് തന്നെ അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽത സഹല അത് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടുണ്ട്. അങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നു, പടച്ചോനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നല്ലേനു അല്ലേ. എന്നാലും ഞാൻ തന്നെ ആരാ വരാന്, ആര് വരണ്ടേ പടച്ചോനെ, ആരെങ്കിലും ഉണ്ടാ സഹായിക്കാൻ, ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ റബ്ബേ. ഇത് പണിയെല്ലാം ചെയ്യുന്നത്, ദിക്റെല്ലാം ചെയ്യുന്നത്, പിന്നെ അതുപോലെ ചെയ്തുകൊണ്ടുണ്ട്. ഇങ്ങനെ എന്താ പറയുക, ഒരു ഓട്ടപ്പാച്ചിൽ പോലെ ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ. പിന്നെ അഴിച്ച് തൽക്കാലം കൊണ്ടുപോകേണ്ടത് മാത്രം ആക്കുക. അപ്പം കൊണ്ടുപോകാനാക്കുമ്പോൾ എന്തായാലും വീട്ടിലുള്ള ആൾക്കും ആക്കണ്ടേ, എപ്പെങ്കിലെല്ലാം കൂടിയിട്ട് ആക്കുന്നതല്ലേ, മക്കൾക്കും കൊടുക്കണ്ടേ. അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടില്ല ഇറങ്ങിയത്. പക്ഷെ എനിക്ക് കഴിയുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ചാക്കല്ലേ, എന്നിട്ട് ആരെങ്കിലും വന്നില്ലെങ്കിൽ നല്ലേനെന്നാ പിന്നെ ബാക്കിയും കൂടി കംപ്ലീറ്റ് ആവും എന്നാലും ഇങ്ങനെ മനസ്സിലാച്ചിട്ട് ഞാൻ വിചാരിച്ച ആര് വരണ്ടേ എന്നാലും ഇങ്ങനെ ചിന്തിച്ചിട്ട് പിന്നെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ കയറി വരുന്നു. സുബ്ഹാനല്ലാഹ്, എനിക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ അള്ളാഹിനോട് എന്താ ഞാൻ പറയേണ്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല. അത്രമാത്രം കാര്യം ഈ തിരക്കിൻ്റെ ഇടയിലും ഞാൻ ദുആ നിസ്കരിക്കാൻ ഓടിപ്പോയി നിസ്കരിച്ച് ദുആ ചെയ്തിട്ടുണ്ടായിന്. എന്നിട്ടാണ് പിന്നെ ബാക്കി ഓരോ പണികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടായേ. അന്നേരം എനിക്ക് കരച്ചിൽ, ശരിക്കും പറഞ്ഞാൽ കണ്ണെന്ന് ഇങ്ങനെ വെള്ളം വന്നു പോയി. കാരണം ഇങ്ങനെ പഠിച്ചോനെ എന്താ പറയാ, ഓരോ എന്തിനാ വന്നേ, ഓരോ എന്നോട് പറയുന്നത് ഞാനിങ്ങനെ പിന്നെ ഹോമിയോ ഡോക്ടറെ അടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അന്നേരം വിചാരിക്കുന്നത് ഞാൻ പിന്നെ ഇൻ്റെ അടുത്ത് വരാം, എന്നിട്ട് പിന്നെ ബയ്യെ പോകാടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പഠിച്ചവൻ എന്നെ എന്തോ ഉന്തി ഇളക്കിയ പോലെ ഞാനിങ്ങനെ ഇവിടെ എത്തിയതാണ്. ഓറെന്നുണ്ട് അങ്ങനെ പറയുന്നത്, എന്താ അല്ല ഏകിയിട്ടിരിക്കും, എനിക്കിങ്ങനെ ആവശ്യമുണ്ടെന്ന് ഉണ്ടാവുമായിരിക്കില്ലേ. ഓറ് വേഗം വന്ന് ബാക്കിയെല്ലാം ഓറ് നല്ല സ്പീഡായിട്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം വേഗം ചെയ്താന്ന്. സുഹാനക്ക് എന്താ പറയുക, പടച്ചോനിങ്ങനെ മുമ്പിൽ കണ്ട പോലത്തെ ഒരു അവസ്ഥയായിപ്പോയി. ഇത് ചെറിയ കാര്യമാണെങ്കിലും പിന്നെ വന്ന് തന്നെ രാത്രിത്തെ നാസ്തൻ്റെ ചപ്പാത്തിയും കൂടി ചുട്ടാന്നിട്ടാണ് ഓറ് 4 മണിയാകുമ്പോഴത്തേക്ക് ഓറ് പോയി. ഞാനും ഓറ് ഒന്നിച്ചന്നെ ഒരു ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞ് എന്നാൽ നമുക്ക് വേഗം നിസ്കരിക്കാം. അന്നേരം ഓറ് പറഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാൾ വേഗം നിസ്കരിച്ച് ദുഹർ വേഗം തന്നെ നിസ്കരിച്ച്. സുബ്ഹാനല്ലാഹ്, എന്താ പറയുക, അങ്ങനെ കാര്യങ്ങളെല്ലാം അള്ളാഹ് വേഗം എളുപ്പാക്കി തന്ന്. ചിന്തിക്കുമ്പോൾ മനസ്സിൽ ഞാൻ അള്ളാഹിനോട് പറഞ്ഞാൽ നടക്കാത്തൊരു കാര്യം, അള്ളാഹ്ക്ക് ഒന്നും എന്താ പറയുക, പിന്നെ നമ്മൾ വിചാരിക്കും വലിയ പ്രയാസമാണ്. ഞാൻ ചിന്തിച്ചില്ല ആരാ ഇപ്പോൾ വരണ്ടേ, പക്ഷെ വിചാരിക്കാത്ത ഒരാളാണ് വന്നത്. സുബ്ഹാനല്ലാഹ്, എന്താ പറയുക, ഇത് വെറുതെ ഇപ്പം പറയുമ്പോൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ആ ഒരു ഇത് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ഞാൻ പറയുമ്പോൾ വെച്ചാൽ ആ ഒരു അനുഭവിച്ചത് കൊണ്ട് ഇപ്പം പലപ്പോഴും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പിന്നെ നമ്മളിങ്ങനെ ചിന്തിക്കൂ. പക്ഷെ റബ്ബിനോട് നമ്മൾ പറയുമ്പോൾ എന്നിട്ടില്ലേ, ഞാൻ അതിൻ്റെ ഇടയിൽ തുണി അലക്കുന്നുണ്ടായിനെ, അലക്കിയ തുണികൾ ആറിയിടുന്നുണ്ടായിനെ. അന്നേരം ഞാനിങ്ങനെ പറഞ്ഞു, പഠിച്ചോനെ ആരാ നീ മലക്കിനായിട്ട് അയച്ചേരൊന്ന് ഒരു ചെറിയൊരു താങ്. വെറുതെ ഇങ്ങനെ അള്ളാഹിനോട് ഇങ്ങനെ സംസാരിക്കും, പണിയെടുക്കുമ്പോൾ എല്ലാം ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഓരോ നമ്മളിങ്ങനെ ചോദിക്കൂലേ, അതുപോലെ ഇങ്ങനെ അള്ളാഹിനോട് ചോദിക്കും, നീ മലക്കിനായിട്ടൊന്ന് അയച്ചേരോ, ഇതിനെ കുറച്ച് കാര്യങ്ങൾ എളുപ്പമാവും, കാരണം കാലും വേദനെടുക്കുന്നു നടുവും വേദനെടുക്കുന്നു എന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് അള്ളാഹിൻ്റെ അടുത്ത്. അപ്പോൾ അൽഹംദുലില്ലാ, എന്തോ ഭയങ്കര ഒരു പിന്നെ അത്ഭുതം തോന്നിപ്പോയി. അപ്പോൾ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, നമ്മളെന്ത് കാര്യം നമ്മളെ റബ്ബിനോട് നമ്മൾ പറഞ്ഞാലില്ലേ നമുക്ക് അള്ളാഹ് എല്ലാം ഈസി ആക്കി തരും എന്നുള്ളതാണ്. അപ്പം നിസ്കാരത്തിൻ്റെ കാര്യമാകട്ടെ, നിസ്കാരത്തിലെ ഓരോ കാര്യങ്ങളാകട്ടെ, അതിലെല്ലാം നമ്മളെ ആവശ്യങ്ങൾ നമ്മൾ അള്ളാഹിനോട് മാത്രം. അതാണ് നമ്മൾ അവിടെ ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ കാര്യം വരുമ്പില്ലേ, എൻ്റെ മനസ്സിൽ ആദ്യം വരുവേ അവരെ വിളിച്ചാലോ ഇവരെ വിളിച്ചാലോ എന്നെല്ലാം തോന്നുവേ. അന്നേരം ഞാൻ വിചാരിക്കും വേണ്ട, അങ്ങനെ അല്ലല്ലോ വേണ്ടതില്ലേ, ആദ്യം അള്ളാഹിനോടല്ലേ പറയേണ്ടത്, ആദ്യം റബ്ബിനോടല്ലേ നമ്മൾ ആ കാര്യം പറയേണ്ടത്. ആ പഠിച്ചവനോട് പറയും, പഠിച്ചവനെ നീ എനിക്ക് എല്ലാ കാര്യം എളുപ്പാക്കി തരണം അല്ലാ, അല്ലേ നീ ഉദ്ദേശിച്ചാലും നടക്കാത്തതായിട്ടൊന്നുമില്ല അല്ലാ, നിനക്ക് എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണല്ലേ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലേ, നമ്മളൊരു കാൽപാദം മുന്നിലേക്ക് ചലിക്കണമെങ്കിൽ അവിടെ അള്ളാഹുവിൻ്റെ ഹൗല് അല്ലേ, അള്ളാഹ് വിചാരിച്ചാലല്ലാണ്ട് നമുക്കതിന് സാധിക്കൂല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ
അങ്ങനെ നമ്മൾ എന്ത് കാര്യം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു അത് ഈസി ആക്കി തരും തീർച്ചയായിട്ടും. അതിൽ അള്ളാഹിൻ്റെ സഹായം ഉറപ്പായിട്ടും നമ്മളെല്ലാം ഇബാദത്തായിട്ട് കാണുകയും നല്ല നിയത്തോടു കൂടി ദിക്റുകളോട് കൂടി, ഇപ്പം ഞാൻ പറഞ്ഞു പോയ വിഷയം വെച്ചാൽ ദിക്റാണ് അവിടെ വെച്ചാൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്റുണ്ടല്ലോ ഭയങ്കര ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ എൻ്റെ നാവിൽ അതന്നെ വന്നുകൊണ്ടുണ്ടായത്. അല്ലാതെയും മിക്കപ്പോഴും കൂടുതലായിട്ട് വരുന്ന ദിക്ർ ഇത് തന്നെയാണ്. പിന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അല്ല, അങ്ങനെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് കയറി വരുമ്പോഴും ഇതാണ് ഒരു പടി മുന്നിൽ പലപ്പോഴും നിൽക്കാറുള്ളത്. എന്തായാലും അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അടുത്തറിയാനും ഇതുപോലെ നമുക്ക് എന്ത് ഇപ്പോൾ ഞാനീ പറഞ്ഞത് ചെറിയൊരു കാര്യമാണ്. ഇതുപോലെ നമുക്ക് പല ആവശ്യങ്ങളുണ്ട് അല്ലേ, പല തരത്തിലും നമുക്ക് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അള്ളാഹിൻ്റെ സഹായം നമുക്ക് അത്യാവശ്യം. എല്ലായിടത്തും നമുക്ക് അള്ളാഹിൻ്റെ സഹായം ഉണ്ടെങ്കിലേ അല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ത് കാര്യം. അപ്പം അതുകൊണ്ട് അള്ളാഹുവിനെ മറന്നിട്ടുള്ള ഒരു ഇതും നമുക്ക് വേണ്ട. അള്ളാഹിനോട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് ഇപ്പോൾ നിസ്കാരത്തിന് ശേഷം മാത്രം ദുആ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നുമില്ല, എപ്പോഴും നമുക്ക് ദുആ ചെയ്യാട്ടോ, നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ നിൽക്കുമ്പോൾ. കാരണം അള്ളാഹിനെ ഓർമ്മിക്കുന്ന അടിയാറുകളെ ഗുണം പറയുമ്പോൾ അവരെന്താ അല്ലെ, അവർ നിന്നും ഇരുന്നും കിടന്നും ഒക്കെ അള്ളാഹിനെ ഓർമ്മിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് അള്ളാഹിനെ നമ്മൾ ഓർമ്മിക്കുന്നതാണ് ഇതെല്ലാം തന്നെ അല്ലെ. അള്ളാഹിനോട് നമുക്ക് എന്താ പറയാൻ പറ്റാത്ത അല്ലെ, ആരോടും പറയാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് അള്ളാഹിനോട് പറയാം, അള്ളാഹിനോട് മാത്രം പറയാം. അപ്പം ആ രീതിയിൽ നമ്മളെ ഈമാനും നമ്മളെ ഇഖ്ലാസും അല്ലെ തഖ്വയും എല്ലാം റഹ്മാനായ റബ്ബിലേക്ക് വരുന്ന രീതിയിലേക്ക് ആയി മാറട്ടെ. ഓരോ ദിവസവും നമ്മളെ തുടങ്ങുമ്പോഴും ഓരോ ദിവസവും അവസാനിക്കുമ്പോഴും അള്ളാഹുവിലേക്കുള്ള പ്രാർത്ഥനകളിൽ ഒട്ടും കുറവ് വരാതെ നല്ല പ്രാർത്ഥനയോടെ നല്ല ദിക്റോട് കൂടി നമ്മളെ ദിവസങ്ങളെ നമുക്ക് കഴിച്ചു കൂട്ടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലെ, നമുക്ക് ഈ ദുനിയാവിൽ എത്ര കാലം അള്ളാഹു ആയുസ് തരും നമുക്കറിയില്ല. എന്തായാലും നമുക്ക് അള്ളാഹു എത്ര കാലം ഈ ദുനിയാവിൽ ആയുസ് തരുന്നു അത്രയും കാലം അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച വിശ്വാസികളായിക്കൊണ്ട് അവൻ്റെ കലാമ് പഠിക്കുന്ന നല്ലൊരു വിദ്യാർത്ഥികളായിക്കൊണ്ട് മറ്റുള്ളവർക്ക് അറിവെത്തിച്ചു കൊടുക്കുന്ന നല്ലൊരു ടീച്ചറായിക്കൊണ്ട് ഈ ദുനിയാവിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയുന്ന നല്ല ആരോഗ്യമുള്ള നല്ല മനസ്സും ശരീരവും തന്ന അള്ളാഹു തആല നമ്മളെ ആയുസ്സിനെ അള്ളാഹു നീട്ടിത്തരട്ടെ. അല്ലെ, ആയുസ് നമുക്ക് എത്ര കാലം അള്ളാഹു നീട്ടിത്തരുന്നോ അത്രയും കാലം നന്മയിലായിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ തലമുറകൾക്കും അള്ളാഹു നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അപ്പം നമ്മൾ വിഷയം നമസ്കാരം പറയാന്ന് വെച്ചാൽ ഇനിയും എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്നാലും നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഇൻഷാ അല്ലാഹ് എന്നെ ഓർമ്മിപ്പിക്കണം. നിസ്കാരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞെന്ന് പറയാൻ പറ്റൂല, പറയാന്ന് വെച്ചാൽ ഇനിയും പറയാം. പക്ഷേ തൽക്കാലം അല്ലേ നമുക്ക് അവിടെ ജസ്റ്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ അടുത്ത് വരുന്നത് സക്കാത്താണ്. അതെന്തായാലും കുറച്ച് ഡീപ്പായിട്ട് തന്നെ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ വിഷയത്തിൽ പലർക്കും പലപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ്. മാത്രമല്ല പലരും അധികം ശ്രദ്ധിക്കാതെ ഒരു എന്താ പറയുക നഷ്ടപ്പെടുത്തുന്ന ഒരു ഇബാദത്തും കൂടിയാണ് അല്ലേ. നിസ്കാരത്തിൽ ഭയങ്കര ശ്രദ്ധിക്കുന്ന പലരും ചിലപ്പോൾ സക്കാത്തിൻ്റെ വിഷയത്തിൽ അത്ര നിസ്കാരത്തിന് കൊടുക്കുന്ന അത്ര ശ്രദ്ധ കൊടുത്ത് കാണാറില്ല. അപ്പോൾ അത് നമുക്ക് അറിയണം. ഒരു പക്ഷേ അറിവില്ലായ്മയായിരിക്കാം അല്ലെ. ഇപ്പം എന്ത് കാര്യത്തിലും നമ്മൾ പോരായ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ അറിവില്ലായ്മയാണ് അല്ലെ. ഏറ്റവും മുമ്പിൽ നമുക്ക് വേണ്ടത് അറിവാണ്. എല്ലാ കാര്യത്തിനും നമുക്ക് അറിവ് വേണം. അറിവുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് അമൽ ചെയ്യാൻ സാധിക്കും. അള്ളാഹു ഏറ്റവും നല്ല അറിവ് നേടുന്ന നല്ല വിദ്യാർത്ഥികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന അള്ളാഹു തൃപ്തിപ്പെടുന്ന നല്ല അടിയാറുകളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ അറിയാനും പഠിക്കാനും അതിലൂടെ ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും അത് മരണം വരെ നിലനിർത്താനും മരണാനന്തരം നമുക്ക് നമ്മുടെ ഖബറുകളിലും നാളെ മഹ്ശറാ ലോകത്തും സിറാത്തിലും ഒക്കെ ഉപകാരപ്പെടുന്ന സൽക്കർമ്മങ്ങളാക്കി അള്ളാഹു നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.
റഹ്മാനായ റബ്ബേ, നിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും ഉദ്ദേശിച്ചു കൊണ്ട് മാത്രമാണ് അള്ളാഹുവെ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞങ്ങളെ നീ സ്വീകരിക്കണേ അള്ളാ, ഞങ്ങളെ പരിപൂർണമായി നീ സ്വീകരിക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നീ തെരഞ്ഞെടുത്തല്ലോ അള്ളാഹുവെ. ഒരിക്കലും നീ തന്ന ഹിദായത്ത് ഞങ്ങളിൽ നിന്ന് നീ പിൻവലിക്കല്ലേ റഹ്മാനെ. ഹിദായത്തിന് ശേഷം ഞങ്ങളെ നീ വഴികേടിലാക്കല്ലേ റഹ്മാനെ. കൽബുകൾ നിന്റെ കൈകളിലാണ്, നീ അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന നല്ല സബാത്തുള്ള, നല്ല ഈമാനുള്ള, നല്ല ഇഖ്ലാസും തഖ്വയുമുള്ള നല്ല ഹൃദയങ്ങളുടെ ഉടമകളാക്കി ഞങ്ങളെ നീ മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏതേത് സന്ദർഭങ്ങളിലും ഏതേത് സാഹചര്യങ്ങളിലും നാഥാ നിന്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട്, നിന്റെ ദിക്ർ മുറുകെ പിടിച്ചുകൊണ്ട്, ഈമാൻ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. പലതരത്തിലുള്ള പ്രതിസന്ധികളും ഞങ്ങളിലൂടെ കടന്നു പോയേക്കാം അള്ളാഹുവെ. ഏതേത് അവസ്ഥയിലും അതാ നിന്റെ ദിക്ർ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നെ മറക്കാതെ ജീവിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഈ ദുനിയാവും പിശാചും ഞങ്ങളെ വഞ്ചിക്കുമെന്ന് നീ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് അള്ളാഹുവെ. അവൻ്റെ വഞ്ചനയിൽ, ഈ ദുനിയാവിൻ്റെ വഞ്ചനയിൽ ഞങ്ങൾ അകപ്പെടാതെ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് പരലോകം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് റഹ്മാനായ റബ്ബേ. ആ പരലോകത്തേക്ക് സമ്പാദിക്കാനുള്ള ഒരു ഇടമായിട്ട് മാത്രമാണ് ഈ ദുനിയാവിനെ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് റഹ്മാനായ റബ്ബേ. ആ നശ്വരമായ കലാകാലത്തേക്കുള്ള ആ ലോകത്തേക്ക് സമ്പാദിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും നാളേക്കുള്ള ഒരു മുതൽക്കൂട്ടാക്കി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങളോട് ഒരുപാട് പേര് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ. എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീക്കി ആശ്വാസം നൽകി സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ കുടുംബങ്ങളിൽ നീ സൗഖ്യം പ്രദാനം ചെയ്യണേ അല്ലാ. എല്ലാ മുസ്ലിമീങ്ങൾക്കിടയിലും നീ ഐക്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാവർക്കും നീ നൽകിയതിൽ നീ ബർക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. നീ തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള നല്ലൊരു മനസ്സ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും വന്നു പോകുന്ന വല്ല വീഴ്ചകളും പോരായ്മകളും ഉണ്ടെങ്കിൽ റഹ്മാനായ റബ്ബേ, അതെല്ലാം നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഈ ദുനിയാവിൽ വിട പറഞ്ഞു പോകുന്ന അവസാന വാക്ക് റഹ്മാനായ റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും നേരത്തെ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് റഹ്മാനായ റബ്ബേ. അവർക്കൊക്കെയും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സ്വർഗീയ കവാടങ്ങൾ തുറന്നു നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സഫിയത്ത, ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലെ സ്ഥിരം എല്ലാ ദിവസവും ക്ലാസ് കേൾക്കുന്ന, പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടിയ നമ്മളെ സഫിയത്ത, അവരുടെ ഭർത്താവിൻ്റെ ഉമ്മ ഇന്ന് മരണപ്പെട്ട് അള്ളാഹുവെ അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ നാഥാ. അവരുടെ കബറിടം നീ സ്വർഗീയ പൂങ്കാവനമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒത്തുകൂടി കാണാനും അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയാനും അള്ളാഹുവിനെ സദാ കണ്ടുകൊണ്ടിരിക്കുവാനും നാഥാ എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم